യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഒരു എമിറേറ്റായ ദുബായിലൂടെയുള്ള എൻ്റെ യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഞാനൊരു ക്രൂസിലാണ്. തനൂറ ഡാൻസിന് ശേഷം ഇപ്പോൾ മാജിക് ഷോയുടെ സമയമാണ്. Good boy. How many tissue paper do you have? Are you sure it's the one? Let me show. Okay, it's the one, right, Shara? One? You can catch anyone. Catch anyone. Oh, good catch. Fantastic. I can give it back. I can catch anyone. Nice to meet you. How many paper are there? How many tissue are there? Are you sure it's a one? No, Shara. It's a two are there. Yes, I'm going to blow two are there. Because this stuck already inside. Catch anyone. Great. Sir, this is your paper, right? Check properly. It's a one paper, sir. Thank you so much. And this is paper everyone. Shall we? It should be blow. Thank you. Sir, please like this tissue paper. Thank you so much. Here you are. This paper going to burn. It's empty hand. Second is the empty hand. Shall we open your mouth? It is fire. Oh no, sorry, and see everyone. I have that before. This for 20 diamonds, everyone. Just I'm giving what this money, this good magician. Shawra, this is for your pocket. Everyone collaborate in German. Thank you so much. Looking back my life. ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചുള്ള മാജിക്കിന് ശേഷം ഇപ്പോൾ ഒരു ടവൽ ഉപയോഗിച്ചുള്ള മാജിക്കാണ്. എത്ര നിസ്സാരമായിട്ടാണ് ചെറിയ ചെറിയ വസ്തുക്കൾ കൊണ്ട് ഇദ്ദേഹം കാണികളെ കയ്യിലെടുക്കുന്നതെന്ന് നോക്കുക. ഒരുപാട് വലിയ സാങ്കേതിക വിദ്യകളോ ഒന്നും തന്നെയില്ല. എന്നാൽ തന്നെ എല്ലാവരും എൻഗേജ്ഡ് ആണ്. അരമണിക്കൂറോളം സമയം ഇങ്ങനെ പോകുന്നതേ അറിയുന്നില്ല. It's a green color, everyone. What is this color? It's a green, right? Say yes. Yeah. Just I'm trying to down. Pick up on this. Pick up. Something there. Put your hand. Nothing is there. Please check me. Thank you so much. Nothing is my hand, right? Oh. After a few minutes, your hand will be disappear. Can I? No. Again, close the back zipper. What's your name? What's your name? Ruby, you can stand there, right? Check again. Check it outside. Nothing is there. ഈ മജീഷ്യനും ഇന്ത്യക്കാരനാണ്. മുംബൈയിൽ നിന്നുള്ളയാൾ. ദുബായിൽ അല്ലെങ്കിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലുള്ള 80% പേര് വിദേശികളാണ്. ആ ഒരു രാജ്യത്തു നിന്നുള്ളവർ 20% ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ 80% വിദേശികളിൽ 60% ഇന്ത്യക്കാരാണ്. ബാക്കിയുള്ളതിൽ ഭൂരിഭാഗം പാകിസ്ഥാൻകാരും. ഇന്ത്യക്കാരിൽ പകുതിയിലേറെ പേരും മലയാളികളാണ് എന്നതാണ് മറ്റൊരു വസ്തുത. ആദ്യം കാണിച്ച സ്കാർഫ് പച്ചയാണ്. കുട്ടിക്ക് ഇഷ്ടമുള്ള നിറം പിങ്ക് ആണ് എന്ന് പറയുന്നു. ആ പിങ്ക് നിറത്തിലേക്ക് അത് മാറ്റിയെടുക്കുന്നതിനുള്ള ആ ഒരു സമയമാണ് ഈ ഒരു മാജിക്ക്. ആ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഇടവേള മറ്റു കാണികളെയും കൂടി ഇതിലേക്ക് എൻഗേജ് ചെയ്ത് എത്ര മനോഹരമായിട്ടാണ് ചെയ്യുന്നത് നോക്കുക. You are cheating, huh? Only 10 paper there. Thank you. തെരുവ് സർക്കസ് എന്ന് പറയുന്നത് പോലെ ഇതിപ്പോൾ ചുറ്റോട് ചുറ്റും കാണികളാണ് ഇരിക്കുന്നത്. ഒരു മറയുമില്ല, ഒരു കൺകെട്ടുമില്ല. എത്ര കൈയടക്കത്തോടുകൂടിയാണ് ഇദ്ദേഹം ഇതെല്ലാം കാണിക്കുകയെന്ന് നോക്കുക. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. എല്ലാ വശത്തു നിന്നും കാണികളുടെ നിരീക്ഷണം എപ്പോഴുമുണ്ട്. അപ്പോൾ കൈയടക്കം അത്രത്തോളം ആവശ്യമാണ്. Done? Sure? I think you are so happy. You are excited. What do you think about this cloth? Everybody is excited right now. Yeah? Okay, and show everyone. What is this? Oh, see everyone, he's thinking about for his baby wears a in German. Nice one. Atharva, how did you make that one? See everyone. Thanks so much, Atharva. You did well. So please everyone, big round of applause for Atharva. I think this is for your pocket and reading German. So put up, clap him everyone. So thank you. ക്രൂസിലുള്ള ഒരുവിധം എല്ലാ കുട്ടികളെയും ഈ വേദിയിലേക്ക് വിളിച്ചു വരുത്തി ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നു എന്നതാണ് മറ്റൊരു സവിശേഷത. എല്ലാവർക്കും ഇത് വളരെ എക്സൈറ്റ്മെന്റ് ആണ് താനും. അടുത്തത് എന്താണ് സംഭവിക്കുക എന്നറിയത്തില്ലാത്ത ആ ഒരു കുട്ടികളുടെ മുഖത്തെ കൗതുകം ഏറെ ശ്രദ്ധേയമാണ്. ഇത്തരത്തിലാവണം മാജിക് പ്രകടനങ്ങൾ. കാണികളെ അതിലേക്ക് ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് കൂടുതൽ രസമായി തോന്നുക.
മനോഹരമായി ലൈറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു ക്രൂസ്. അതിൻ്റെ അപ്പർ ഡെക്കിലാണ് ഈ പ്രകടനങ്ങളെല്ലാം നടക്കുന്നത്. ഇതിനുശേഷം ഇനി താഴത്തെ ഡെക്കിലേക്ക് പോയി DJ-യുടെ സമയമാണ്. ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കുട്ടിയുടെ അമ്മയെ കൂടി വേദിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഇവർ രണ്ടുപേരും നേപ്പാളിൽ നിന്നുള്ളവരാണ്. എല്ലാ രാജ്യത്തു നിന്നുള്ളവരുടെയും പ്രതിനിധികൾ ഈ ക്രൂസിലുണ്ടെന്ന് തോന്നിപ്പോയി. ആഫ്രിക്കക്കാരും നേപ്പാൾക്കാരും ഇന്ത്യക്കാരും അമേരിക്കക്കാരും എല്ലാം. അവസാന പ്രകടനത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അവിടെ പങ്കെടുക്കുന്നവരുടെ മുഖത്ത് നിന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു മുത്തുമാല ആ ഒരു മാജിക് ഗ്ലൗസിലേക്ക് ഇടുന്നു. ആ ഒരു സ്ത്രീ നോക്കുമ്പോൾ അതിനുള്ളിൽ പാമ്പാണ് എന്ന് പറയുന്നു. അവരുടെ മുഖത്തെ ഭയം കൊണ്ടാണ് അത് പാമ്പാണോ എന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ മജീഷ്യൻ മറ്റുള്ളവരെ കാണിക്കുമ്പോൾ അത് മുത്തുമാലയായിട്ടും നിസ്സാരമായിട്ട് എടുത്തു കാണിക്കുകയും ചെയ്യുന്നു. അതാണ് അവസാന ഐറ്റം. Sir, come with me here, please. Sir, high-five me. Thank you so much. Sir, please. Sir, give me back my 20 dirham. Sir, please. Magic show is finished. Over. Sir, don't give me this tissue paper. I want this money. Okay, let's enjoy our next and last performance, ladies and gentlemen. It's a doll dance. അടുത്തതൊരു ഡോൾ ഡാൻസ് ആണെന്നാണ് അനൗൺസ്മെന്റ് വന്നത്. നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നത് ഇതാണ്. മുഖം കാണിക്കാതെ ഒരു കലാകാരൻ കാണികളെയെല്ലാം ആസ്വദിപ്പിക്കും. എത്രയെത്ര കലാകാരന്മാരാണ് ഈ ഒരു ക്രൂസ് കൊണ്ട് മാത്രം ജീവിക്കുന്നതെന്ന് ഓർക്കുക. ഇതുകൂടാതെ ഷെഫുമാരും അങ്ങനെ പലരും. പല കലാകാരന്മാരും പ്രശസ്തി ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ മുഖം കാണണം, അവരുടെ ഫുൾ ഫിഗർ കാണണം. എന്നാൽ ഇങ്ങനെ മുഖം പോലും കാണിക്കാതെ ആരാണെന്ന് അറിയുക പോലും ചെയ്യാതെ ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. ഓരോ ടേബിളിനടുത്തുകൂടിയും ചെന്ന് ഇത്തരത്തിലുള്ള നൃത്തങ്ങൾ കാണിച്ച് എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി പടർത്തുന്നു. ഇതും ഒരു പ്രത്യേക കഴിവ് തന്നെ. ഇപ്പോഴും ക്രൂസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആഘോഷത്തിന് 2 മണിക്കൂറുകൾ കഴിഞ്ഞു. ഇനി താഴത്തെ ഡെക്കിലേക്ക് പോയി അവിടെ DJ-ക്കുള്ള സമയമാണ്. ആ കാഴ്ചകളിലേക്കാണ് അടുത്തത്. തന്നെയാണ് ഇവിടെയും ലീഡ് ചെയ്യുന്നത്. കൂടുതൽ പേർ എവിടെ നിന്നാണ് എന്ന് ചോദിച്ചപ്പോൾ തമിഴ്നാട്ടുകാരാണ് എന്നാണ് മറുപടി ലഭിച്ചത്. അതുകൊണ്ട് തന്നെ പ്രകടനം തമിഴിലേക്ക് മാറ്റി. Again, louder. Hi! Yes, good say. Please big the round for him. He's speaking for the Tamil, so no response for him. Say, Sapricha. Sapricha. Oh, fantastic. He's very nice talking for Tamil. Nice one. No response him. Thank you so much. Everyone say, please don't go back. You are great. You are very nice. Say everyone, dance Yengava. Dance Yengava. Say Yengava. Yengava. Dance Yengava. ഇനി അങ്ങോട്ട് നൃത്തത്തിൻ്റെ സമയമാണ്. ജാതിഭേദമില്ലാതെ, രാജ്യഭേദമില്ലാതെ, പ്രായഭേദമില്ലാതെ എല്ലാവരും തകർത്ത് നൃത്തമാടുന്ന നിമിഷങ്ങൾ. ഇതുവരെയുള്ള സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം ഇവിടെ ആഘോഷിച്ച് തീർത്ത് ഹോട്ടലിലേക്ക് മടങ്ങുന്നു. നല്ല ഒരു ഉറക്കം. ചിലർക്കെല്ലാം നൃത്തത്തെക്കാൾ നൃത്തം മൊബൈലിൽ പകർത്തുന്നതാണ് താല്പര്യം. മറ്റു ചിലർക്ക് വെറുതെ കണ്ടു നിൽക്കാനും. എങ്കിലും കുറെ പേർ നടുവിലായി ഉണ്ട്. ഇവരിൽ ആരും തന്നെ പ്രൊഫഷണൽ നർത്തകരല്ല. പക്ഷേ ആ ഒരു ആഘോഷ രാവിൽ ഒന്നിനോടൊപ്പം സഹകരിക്കുന്നുവെന്ന് മാത്രം. ഇതൊക്കെയാണ് ജീവിതത്തിലെ നല്ല മുഹൂർത്തങ്ങൾ. നമ്മുടെ നാട്ടിൽ അത്ര സുപരിചിതമല്ലാത്ത ഈ ഒരു കലാപ്രകടനത്തിൽ ഞാനും പരമാവധി സഹകരിക്കുകയാണ്. ഓരോ നിമിഷവും ഇങ്ങനെ ആഘോഷിക്കുകയാണ് ഇവിടെയുള്ള ജനങ്ങൾ.
എൻ്റെ ഇടതുവശത്തൊരു നേപ്പാൾക്കാരനും വലതുവശത്തൊരു ആഫ്രിക്കക്കാരനും എതിർവശത്തൊരു ഇന്ത്യക്കാരനും. എത്ര മനോഹരമായ നിമിഷങ്ങൾ. മുൻപ് മാജിക് ഷോയുടെ സമയത്ത് പേടിച്ചു നിന്ന ആ ഒരു യുവതി ഇപ്പോൾ നൃത്തത്തിൻ്റെ സമയമായപ്പോൾ പൂർവാധികം ശക്തിയോടെ എത്തിയിരിക്കുകയാണ്. നേപ്പാളി ഗാനം കൂടിയാണ് ഇപ്പോൾ പിന്നണിയിൽ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പൂർവാധികം ശക്തിയോടെ അവർക്ക് സുപരിചിതമായ ചുവടുകളോടെ മനോഹരമാക്കുകയാണ്. എന്നാൽ നമുക്ക് ഇത്തരം ചുവടുകൾ അത്ര പരിചിതമല്ല. എങ്കിലും പരമാവധി സഹകരിക്കുക തന്നെ. പ്രധാനമായും ഹിന്ദി പാട്ടുകളാണ് ഇവിടെ കേട്ടത്. അതിനിടയിലായി ചിലപ്പോൾ നേപ്പാളി ഗാനങ്ങളും. ഇതെല്ലാം കേട്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ പല പള്ളിയുടെ ഗാനവും ഇവിടെ കേൾക്കുന്നത്. അത് മറ്റൊരു രാജ്യത്തു നിന്നാണെന്ന് ഓർക്കണം. വിളിച്ചിട്ട് ജാക്കറ്റൊക്കെ ഒരു കൈ പിടിക്കും. പുറത്തിറങ്ങി അടിപൊളിയാണ് ബസ്സിലേക്ക്. ആഘോഷത്തിൻ്റെ 3 മണിക്കൂർ സമാപിച്ചിരിക്കുകയാണ്. ഇതെനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. തിരിച്ച് ബസ്സിൽ കയറി ഇനി ഹോട്ടലിലേക്ക്. ദീർഘമായ ഒരു ദിവസത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. ഇന്ന് രാവിലെ 12 മണി മുതൽ തുടങ്ങിയ യാത്രയാണ്. ഇപ്പോൾ 11 മണിയായിരിക്കുന്നു രാത്രി. ഇനി ഇന്നത്തെ യാത്രയുടെ ക്ഷീണമെല്ലാം ഇറക്കി വയ്ക്കേണ്ടത് ഈ മുറിയിലാണ്.